നാലാമത്തെ അവതാരം നരസിംഹം. പകുതി മൃഗം പകുതി മനുഷ്യൻ. ഈ നരസിംഹം ഇന്ത്യയിൽ മാത്രമുള്ള സംഭവമല്ല. ഈജിപ്തിൽ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റാച്യൂടെ സ്ഫിങ്സ്, 66 പൊക്കമുള്ള സ്റ്റാച്യൂവാണ്. ഫറോവയുടെ തല, ഉടൽ മുഴുവൻ സിംഹം, സ്ഫിങ്സ്. ആ സാധനം ഇറാഖിലും പേർഷ്യയിലും, പേർഷ്യയിലെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ്. അവിടെ മനുഷ്യന്റെ തല, സിംഹത്തിന്റെ ഉടൽ. അതിനെ പേർഷ്യൻ ഭാഷയിൽ ഇറാഖിൽ വിളിച്ചു സിംഹനരൻ. സിംഹവും നരനും കൂടെ ചേർന്ന് സിംഹനരൻ. ആ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ നരസിംഹമായിട്ട് മാറി. സ്ഫിങ്സ് അല്ലെങ്കിൽ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ നരസിംഹമായി. തല സിംഹത്തിൻ്റെത്, ഉടൽ മനുഷ്യൻ്റേത്. ഇറാഖിലും ഇറാനിലും ഈജിപ്തിലും തല മനുഷ്യൻ്റേത്, ഉടൽ സിംഹത്തിൻ്റെതായി. അത് റിവേഴ്സ് ചെയ്തു, നരസിംഹമായി. എന്താണ് ഈ നരസിംഹാവതാരം? നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു മൃഗവും ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ മൃഗീയതയെ സപ്രസ് ചെയ്തിട്ട് നമ്മുടെ മനുഷ്യത്വം ഉണരുമ്പോഴാണ് മനുഷ്യനാവുന്നത്. ആ മൃഗീയതയെ നമുക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു മൃഗമാണ്. നമുക്കൊരാൾ ദേശം പോടാ പട്ടി എന്ന് പറയും. എന്തായാലും അവന് പട്ടിയുടെ സ്വഭാവമാണ്. പോടാ പന്നി എന്ന് പറയും. മൃഗത്തിന് പേരില്ല, അവന് പന്നിയുടെ സ്വഭാവമാണ്. അതാണ് പോടാ പന്നി എന്ന് പറയും. പന്നി ഓരോ മൃഗമാണ്. അവന് ഏത് മൃഗത്തിന് സ്വഭാവമാണെങ്കിൽ ആ മൃഗത്തിന് പേരാൻ വിളിക്കും. അപ്പോൾ ഈ മൃഗീയ ഭാവത്തെ അടിച്ചമർത്തി മനുഷ്യഭാവത്തെ ഉണർത്താം. അതാണ് സംസ്കാരമാണ്, സംസ്കരിക്കുന്ന പരിപാടി. അപ്പം അങ്ങനെയുള്ള നരസിംഹാവതാരമായി വരികയാണ്. എങ്ങനെയാണ് നരസിംഹാവതാരം വന്നത്? പ്രഹ്ലാദൻ ജനിക്കുന്ന കഥയാണ്. പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു. ഹിരണ്യാനോ എന്ന് പറയും. ചില മനുഷ്യർക്ക് അത് ഈശ്വരന് തുല്യമാണെന്ന് തോന്നുന്നു, അതിന് ഈശ്വരൻ്റെ അവതാരമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള മണ്ടന്മാർക്ക് ഒരു പാടാണ് ഹിരണ്യകശിപു ഹിരണ്യാനമ്മ എന്ന് പറയാൻ തീരുമാനിച്ചു. അപ്പോൾ ദേവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. ദേവന്മാരെന്ത് ചെയ്തു? എനിക്ക് ആലോചിച്ചു. അപ്പോഴാണ് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയറി ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണികൾ ഒരു 300 മീറ്റർ നടന്നാൽ വയറ്റിലെ കുട്ടിക്ക് നല്ല ആരോഗ്യമായിരിക്കും, ഒരു ഗർഭചിത്രമുണ്ടാവില്ല, ഒരു സിസറിനും വേണ്ട, സുഖപ്രസവം ഉണ്ടാകും. അപ്പോൾ ഈ രാവിലെ ഈ 300 മീറ്റർ നടക്കാനായിട്ട് കയാൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി 2 തൊഴിലാളികൾ ഇങ്ങനെ നടന്ന് പോവുക. ദേവന്മാർ കയാളിനെ പശുവിനോട് കിഡ്നാപ്പ് ചെയ്തു. കയാളിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ദേവന്മാരുടെ വീട്ടിലെങ്ങാണ്ട് താമസിപ്പിച്ച ഹിരണ്യകശിപുവിന്റെ പട്ടാളം വന്ന് പിടിക്കും, രഹസ്യം വിളിച്ച് പിടിക്കും. ഒരു ദേവന്മാർ എന്ത് ചെയ്തു? നാരദൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. സന്യാസിയുടെ വീട്ടുകാരും തത്വമില്ല, സന്യാസിയുടെ വീട്ടിൽ. പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷർ പിടിക്കാൻ നടക്കുകയാണ്. പഴശ്ശിരാജ എന്ത് ചെയ്തു? തൃക്കേപ്പെട്ട ക്ഷേത്രത്തിൽ താമസിച്ചു. ക്ഷേത്രത്തിനകത്ത് ഇതിനെ വിളിച്ചിട്ട് ബ്രിട്ടീഷുകാർ സംശയിക്കാം ഇല്ല. പഴശ്ശിരാജ ആ ഒരു കൊല്ലത്തോളം രക്ഷപ്പെട്ടു. ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അപ്പോഴും ഇവർ മുന്നേ വീട്ടുണ്ടെന്നോ എനിക്ക് പറഞ്ഞാൽ നാരദൻ്റെ വീട്ടിൽ താമസിച്ചു. നാരദൻ്റെ സ്വഭാവം എപ്പോഴും നാരായണ 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 പറഞ്ഞിട്ട് അത് വൈറ്റി കിടന്നുകൊണ്ട് നാരദൻ കേട്ട് പഠിച്ചു. നമ്മുടെ പുരാണങ്ങളിലെ അഭിമന്യു വൈറ്റിക്കണവും ചക്രവും കുളിക്കാൻ പഠിച്ചു. തിരിച്ചറിയുന്ന പരിപാടി പറഞ്ഞു കൊടുത്തു. അക്കത്തേക്ക് പോകാൻ പറഞ്ഞു. നീ ഉറങ്ങിയല്ല, എന്നെ ഇനി പറഞ്ഞു നിർത്തി ഒന്ന് പോകാൻ പറഞ്ഞാൽ അഭിമന്യു പഠിക്കാൻ പറ്റില്ല. അഷ്ടവാക്കളിൽ വൈറ്റിയും അപ്പനെ മന്ത്രം തിരുത്തി. അയാൾക്ക് അമ്മയ്ക്ക് ദേഷ്യം വന്നു. അയാളുടെ വൈറ്റിയുടെ തൊഴിൽ കൊടുത്തു. വൈറ്റിക്കിടന്ന കുഞ്ഞ് വളർന്നു അഷ്ടവാക്കണായി. ഇപ്പോഴാണ് കുള വാസ്കലിൽ 7 കൊല്ലം ജയിലിലായിരുന്നു. ഗർഭിണിയെ തൊഴിച്ചുകൊണ്ട് 7 കൊല്ലം താമസിച്ചാൽ അന്ന് ഈ നിയമമൊന്നും ഇല്ലാത്തത് ഇയാളെ രക്ഷപ്പെട്ട് IPC ഒന്നും നിലവിലില്ല. അപ്പോൾ പ്രഹ്ലാദൻ വൈറ്റിക്കണം നാരായണനെന്ന് പറയാൻ പറ്റും. ഭാഗവതത്തിൽ പറയുന്ന ഈ സംഭവം ഇന്ന് ശാസ്ത്ര തെളിയിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഗവേഷണമാണ്. 10 ഗർഭിണികൾക്ക് ഗർഭിണി കിടക്കുന്നവർക്ക് ഒരേ പാട്ട് വെച്ചത്. ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞ് കരയുമ്പോൾ ഈ പാട്ടോൺ ചെയ്ത കുട്ടിക്കാട്ട് നിർത്തുക. ഇതെവിടെയോ വീട്ടിലുള്ള വളരെ വെട്ടിച്ച് കുഞ്ഞ് ശ്രദ്ധിക്കും. വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടിക്കാട്ട് നിർത്തുക. കുട്ടികൾ വയറ്റിലിരുന്ന് പാട്ട് കേൾക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചു. മുസാഫ് എന്ന് ഒരു സംഗീതക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം 6ാമത്തെ വയസ്സിൽ പാട്ട് എഴുതി. 36 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 6000ഓളം ഗാനങ്ങൾ രചിച്ചു. മുസാഫിന് ആത്മഹത്യ പറയുകയാണ്, ഞാൻ സംഗീതത്തിനാവുള്ള കാരണം ഞാൻ വയറ്റിൽ കിടന്ന 10 മാസം എൻ്റെ അമ്മ വീണ കത്തിയത്തിൽ സംഗീതം പഠിക്കുന്ന കോയർ ഗ്രൂപ്പായിരുന്നു. അമ്മ ഈ പാടുന്നൊക്കെ ഞാൻ വയറ്റിൽ കിടന്ന് കേട്ടോണ്ടാണ് ഞാൻ സംഗീതക്കാരെന്നാണ് മുസാഫ് പറയുന്നത്. ഫ്രാൻസിലെ ഗവേഷണം 100 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാറുണ്ട്. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ ഡോക്ടർമാർ സൂക്ഷിച്ചു നോക്കി. അപ്പം നമ്മുടെ മുഖച്ചായുണ്ട്, പക്ഷെ അതിലൊരു ചതുര ഷേപ്പ് തോന്നിയാൽ കണ്ടു. വേറെ കുറച്ച് സ്ത്രീകൾക്ക് ത്രികോണാകൃതിയുള്ള കുട്ടൻ്റെ കുട്ടികളുടെ ഫോട്ടോ കാണാറുണ്ട്. ആ സ്ത്രീകൾ പ്രസവിച്ച് നോക്കിയപ്പോൾ അപ്പം നമ്മുടെ മുഖച്ചായുണ്ട്, കുഞ്ഞുണ്ട്, പക്ഷേ ത്രികോണാകൃതി ഫോം ചെയ്തു.
ഗർഭകാലത്ത് അമ്മ എന്ത് കാണുന്നു അത് കുട്ടിയെ സ്വാധീനിക്കുന്നുവെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദു സ്ത്രീകൾക്കൊരു ഒരു ആചാരമാണ് ഇന്ത്യയിൽ. ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ ശ്രീന്തി ഒപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാര്യം പാർവതി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു അനുഗ്രഹം കൊടുത്തിട്ടായിരുന്നു. ഏത് ഗർഭിണി നിന്നെ കാണുമെന്ന് ആ വൈകിട്ടുള്ള കുട്ടിക്ക് ഒരു ക്ഷണവും വെക്കാതെ തിരിച്ച് ഓരോരുത്തരുടെ കുട്ടിയെ വരട്ടെ. അതുകൊണ്ട് ഗർഭിണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടെ പോകും. അതിൽ ഒരു ചിത്രം ഉണ്ടാവില്ല, ഒരു സിസേറിയനും വേണ്ട, സുഖപ്രസവം. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി വൈകിട്ടുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഭാരതശ്രീ ഇന്ത്യയിൽ ഉണ്ണികൃഷ്ണ പടം വാങ്ങിക്കും. ഗർഭിണി കിടക്കുന്ന മുറിക്കൊണ്ടത് ഉണ്ണികൃഷ്ണ പടം കൊണ്ട് കിടന്നാൽ വൈകിട്ട് കിടക്കുന്ന ഉണ്ണികൃഷ്ണനെ ഒരാഴ്ചയെന്നുള്ളത് സനാതന ധർമ്മത്തിൻ്റെ അന്ധവിശ്വാസവും വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അത് ശരിയെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഗർഭിണി ഒരു ഗവേഷണമാണ്. 10 ഗർഭിണികൾ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം പറയാൻ പോകും. ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതമായിട്ട് സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ ശാസ്ത്രത്തിൽ ഭയങ്കര മാർക്ക്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയൊക്കെ ഭയങ്കര മാർക്ക്. അതിൽ ഭൂരിപക്ഷം പേരും ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്ര അധ്യാപകരോ ഒക്കെ ആയി എന്നാണ് കണ്ടെത്തിയത്. വേറെ 10 ഗർഭിണികൾക്ക് ജൂലിയസ് സീസർ, നെപ്പോളിയൻ, ഇത്രയുമാണ് ജീവിതമായിരുന്നു. അത് ഗർഭകാലത്ത് വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷവും പട്ടാളത്തിലും പോലീസിലും കാക്കയോട് സ്നേഹം. വേറൊരു 10 ഗർഭിണികൾക്ക് കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതമായിരുന്നു. അത് ഗർഭകാലത്ത് വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളൊക്കെ അച്ഛന്മാർ കന്യാസ്ത്രീകളായി. അപ്പം നമ്മുടെ കുട്ടി ആരായിത്തീരണമെന്ന് അച്ഛനും അമ്മ ആഗ്രഹിക്കുന്നു ആ തരത്തിലുള്ള പുസ്തകമായിരുന്നു. ആ രംഗത്ത് വിജയിച്ച മഹാന്റെ ജീവിതമായിരുന്നു. ആ കുട്ടികളെല്ലാം ആ സാധിച്ചതോടെ കയറിയിരിക്കുക. നമ്മൾ ഈ എഡിറ്റീസിന് മക്കളെ ഉണ്ടോ എല്ലാം പഠിക്കാൻ പഠിക്കലാണ്. കാരണം എഡിറ്റ് ഗർഭിണിയായിട്ട് ക്ലാസ്സിൽ പോയി ഫിസിക്സ് കെമിസ്ട്രി പഠിക്കും, വൈകിട്ട് കിടന്നാൽ ഈ കുട്ടി പകുതി കെമിസ്ട്രി പഠിക്കും, പ്രത്യേകിച്ച് ബാക്കി പഠിച്ചാൽ അതാണ് ഈ എഡിറ്റീസിന് മക്കൾ പഠിക്കാൻ ഭയങ്കര മടുക്കാനുള്ള കാരണം. അത് ഗർഭകാലം എങ്ങനെ കഴിച്ചു കൊടുക്കണം. ഞാനിതൊക്കെ വായിച്ചപ്പോഴേ വിശ്വപ്രസിദ്ധമായി ചൈൽഡ് എന്ന പുസ്തകം വായിച്ചപ്പോഴേ ഞാനിത് കണ്ടത്. ഞാൻ വൈകിക്കുന്ന 10 മാസം എൻ്റെ അമ്മ TTC പഠിക്കാൻ പറ്റും. അമ്മയോട് ഇനി വൈകിക്കുന്ന ഭയങ്കര ശല്യമാകാൻ TTC പരീക്ഷ എഴുതുന്നു, ഇനി വൈകിക്കുന്ന ചാടിയിടാ തൊഴിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അമ്മയൊക്കെ തിരിച്ചൊക്കെ കേട്ട് ഈ വിശ്വപ്രസിദ്ധ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത് ഞാൻ വൈകിക്കുന്ന 10 മാസവും അമ്മ TTC പഠിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് 4 MA 2 BSc IAS ഒക്കെ പാസ്സായത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് നമ്മോ ഭാഗത്തിൻ്റെ പറയാനൊക്കെ 1950 വിദ്യാഭ്യാസ മന്ത്രി. അത് ഗർഭകാലം നമ്മൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ പുണ്യാത്മാരുടെ ജീവിതം വായിച്ച് മഹാന്മാരുടെ ജീവിതം വായിച്ച് നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കാം. ഇപ്പോൾ നമ്മുടെ അമ്മമാർ പലപ്പോഴും ഗർഭിണിയായി കേട്ട് ചാരസര കേട്ടത് എൻ്റെ അമ്മ വയ്യെന്ന് വന്ന് TV ഓൺ ചെയ്യും. അവിടെ മമ്മൂട്ടി മോഹൻലാൽ നാട്ടി പൂഴിയും കിളിയൊക്കെ വെള്ളം തട്ടിക്കൊണ്ടോ കാഴ്ച പിടിച്ചിലൊക്കെ അങ്ങനെ സിനിമ കണ്ടുകൊണ്ട് കിടന്നാൽ നിങ്ങളുടെ മക്കളുണ്ടല്ലോ മോഹൻലാൽ മുണ്ടും നോക്കി അണ്ടോളം കണ്ടിട്ട് തൊഴിക്കാൻ പറ്റില്ല. പലതിനായി നിങ്ങളുടെ മക്കൾ നല്ല ഉത്തരവ് അവധികളായിട്ട് വരും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഭാഗവത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മമാർ ചെയ്യുന്ന പ്രിക്കോഷൻ ഭാഗവത് പഠിപ്പിക്കുകയാണ്. പ്രഹ്ലാദൻ നാരദൻ പറയുന്ന നാരായണ കേട്ടിട്ട് പ്രഹ്ലാദൻ ജനിച്ച് വീഴപ്പോഴേ നാരായണ ഗർഭിണിക്കുന്ന ക്ലാസ്സാണ് ഭാഗവത്. അങ്ങനെ പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ എന്നെ ഉദ്ദേശിക്കുന്നു എവിടാണ് എൻ്റെ നാരായണൻ. അപ്പോൾ പ്രഹ്ലാദൻ പ്രസിദ്ധമായ ഭാഗമാണ്. ഒരുപക്ഷെ യജ്ഞാചാര്യർ പ്രഹ്ലാദ സ്തുതിയൊക്കെ എടുത്ത് പറയുന്നത് യജ്ഞത്തിനിടയ്ക്ക് പ്രഹ്ലാദൻ പ്രസിദ്ധനാണ് മറുപടി. മണ്ണിലും വെണ്ണിലും തോണിയിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ഞങ്ങളുടെ ഈശ്വരൻ സ്വർഗത്തിൽ പോയി കൂട്ടിയോണ്ടിരിക്കുക. ഭഗവത് പറയുന്നു ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഉപനിഷത്തിൽ പറയുന്നത് ഈശോ വാസ്യമിക സർവ്വം. അപ്പോൾ പ്രഹ്ലാദ സ്തുതി ഈ ഭാഗവതസത്താവിനെ ശ്രദ്ധിച്ച് കേട്ടോ. പ്രഹ്ലാദൻ ഈശ്വരനെ അസർട്ട് ചെയ്യുന്നത് ദേഷ്യം ആ തൂണിലുള്ളോടാണ്. ഹിരണ്യേശു വാദ തൂണിൽ വെട്ടി നരസിംഹ ഇറങ്ങി വന്നു. പ്രഹ്ലാദനെ കൊന്ന ശേഷം ഹിരണ്യേശുവിനെ കൊന്ന ശേഷം പ്രഹ്ലാദൻ രാജാവാണ്. ഇതാണ് നരസിംഹവതാരത്തിൻ്റെ കഥ. അവിടെ ഗർഭകാലത്ത് സ്ത്രീകൾ ചെയ്യുന്നത് എന്തെന്നും അച്ഛൻ്റെ അമ്മയുടെയും പ്രവൃത്തി എങ്ങനെ കുഞ്ഞിനെ സ്വാധീനിക്കുന്നെന്നും അഹങ്കാരിയായ ഹിരണ്യേശുവിന് എന്ത് സംഭവിച്ചുവെന്നും ഒക്കെ നമുക്ക് അമ്മയോടുണ്ടാകും. ഈശോ നമുക്ക് ഭക്തനെ രക്ഷിക്കുന്നു. ഇത് ഒരുപാട് പാഠമാണ് നരസിംഹവതാരം നമുക്ക് തരുന്നത്.